മക്കളെ, ഇന്ന് നമുക്ക് സെക്കൻഡ് ടേം ക്വസ്റ്റ്യൻ, അതായത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. 8ാം ക്ലാസ്സിൻ്റെ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കിയതാണ്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ഒരു സെറ്റ് നോക്കിക്കഴിഞ്ഞു, രണ്ടാമത്തെ സെറ്റാണ്. എല്ലാവരും 2 ക്വസ്റ്റ്യനും ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻ നോക്കി പഠിക്കണം. എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. सूचना, जब हम धीरे चलते हैं यात्रा विवरण का यह अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखें എന്നാണ് ചോദ്യം. ജബ് ഹം ധീരെ ചൽത്തേ ഹേ എന്ന യാത്രാ വിവരണത്തിലെ കുറച്ച് സെന്റൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പാഠബുക്കിലുള്ള ഈ ഭാഗം അത്രയും നിങ്ങൾ നന്നായിട്ട് വായിക്കുക. അതിനുശേഷം 1 മുതൽ 3 വരെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എഴുതേണ്ടത്. 1 മുതൽ 3 വരെ. ഓക്കെ, 1 മുതൽ 3 വരെ. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾ എവിടെയാണ് ഉണ്ടാവുക? ഈ പാരഗ്രാഫ് വായിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ അറിയാത്ത ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. 1 മുതൽ 3 വരെയാണ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കശീഷ് കാ അർത്ഥ ഹേ. കശീഷ് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ഗേത്ത്, ഗേത്ത് പറഞ്ഞ വയൽ എന്നാണ്. ചിത്ര, ചിത്രം. ആകർഷൺ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്ന, ആകർഷണമായിട്ടുള്ള എന്നതാണ്. അപ്പം എന്താണ്? കശീഷ് എന്ന് പറഞ്ഞാൽ ആകർഷൺ എന്നാണ് അർത്ഥം. ഫൂൽ പറഞ്ഞ പൂവ്. അപ്പോൾ കശീഷ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആകർഷൺ. നമുക്കിത് വായിച്ചു നോക്കി അവിടെ നിന്ന് കിട്ടും. കത്രീന ഉസ് പാർ ഗേഹൂ കെ ഗേത്ത് മേ ജാക്കർ ഗാനെ ലഗി. കത്രീന ഗേഹൂമിൻ്റെ വയലിലേക്ക് പോയിട്ട് പാടാൻ തുടങ്ങി. ഉസ്കെ ഗാനേമേ ഇത്തനി കശീഷ് ദി. കണ്ടോ? ഉസ്കെ ഗാനേമേ ഇത്തനി കശീഷ് ദി. അവളുടെ ഗാനം, അവളുടെ പാട്ട് എത്രമാത്രം ആകർഷണമായതായിരുന്നു എന്ന്. ആകർഷൺ. കശീഷ് പറഞ്ഞ എന്താണ്? ആകർഷൺ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഉൽട്ടാ പക്കട പൗധ ലേഖകോ കൈസാ ലഗ. തല കീഴായി പിടിച്ച ചെടി ലേഖകൻ എങ്ങനെയാണ് തോന്നിയത്? എങ്ങനെയാണ്? ഉൽട്ടാ പക്കട പൗധ ലേഖകോ ഫൂലോം കി തരഹ് ലഗ. എന്താണ്? ഫൂലോം കി തരഹ് ലഗ. എങ്ങനെയാണ് തോന്നിയത്? ഫൂലോം കി തര. എന്താണ് പൂക്കളെ പോലെ തോന്നാൻ കാരണം? ഉസ്കി ജഡ് ഊപ്പർ ദി. അല്ലേ? ഉസ്കി ജഡ്, അതിൻ്റെ വേരും മുകളിലായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാ തോന്നിയത്? പൂവിനെ പോലെ തോന്നി. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ഉൽട്ടാ പക്കട പൗധ ലേഖകോ, പിന്നെ അത് ഫൂലോം കി തര ലഗ. ആൻസർ എഴുതിയത് നോക്കാം. ഫൂലോം കി തര ലഗ. ഉണ്ടോ? അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റിലുള്ള ഭാഗം കൂടെ കൂട്ടി എഴുതണം. ഉൽട്ടാ പക്കട പൗധ ലേഖകോ, പിന്നെ ഫൂലോം കി തര ലഗ എന്ന് എഴുതണം കേട്ടോ. ഇനി അടുത്തത് നോക്കാം. മാൻ ലേ ഉസ് ഘടന കെ ബാരെ മേ ലേഖകനെ അപ്പനി ഡയറി മേ ലിഖ. ഡയറി കാ വഹ് അംശ ലിഖേ. ആ സംഭവത്തിനെ കുറിച്ച് ലേഖകൻ ചിത്രം വരച്ചു. കത്രീന പാടാൻ പോയതും അടന്ന് വയലിൽ നിന്നും ഗോതമ്പ് കതിരുകൾ പറിച്ചെടുത്തതും പിന്നെ അതിൻ്റെ ചിത്രം ലേഖകൻ വരച്ചതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലേഖകൻ എന്ത് ചെയ്തു? ഡയറി എഴുതി. ആ ഡയറി നമ്മളോട് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എഴുതിയത് നോക്കാം. ഡയറി ലേഖകന്റെ ഡയറിയാണ് കേട്ടോ. ആജ് കാ ദിൻ മേം കൈസേ ബൂലോ. ലേഖകോ കൈസ. ലേഖക കാ ഡയറി. ലേഖകനെ അപ്പനി ഡയറി ലിഖ. ലേഖക കാ ഡയറി എന്ന് എഴുതണം കേട്ടോ. അപ്പം എന്താണ്? ആജ് കാ ദിൻ മേം കൈസേ ബൂലും. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും? ഹമേം യാത്രാ ശുരു എന്നാണ്. ശുരു. ഹമേ യാത്ര ശുരു കിയ. ഞങ്ങൾ യാത്ര ആരംഭിച്ചു. യാത്രക്കെ ബീച്ച് ഫിയാക്കോ രുക്ക. യാത്രക്കിടയിൽ ഫിയാക്കോ നിന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ യാത്ര ആരംഭിച്ച് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രക്കിടയിൽ ഫിയാക്കോ അവിടെ നിന്നു. കുച്ച് സമയം ഹമേം ആരാം കിയ. കുറച്ച് സമയം ഞങ്ങൾ വിശ്രമിച്ചു. കത്രീനാനെ ഗേഹൂ കെ ഗേത്ത് മേം ഗാനെ ലയ്യുന്ന കേട്ടോ. കത്രീന गेहूं के गेत में जाकर, ഇവിടെ ജാക്കർ എന്നാണ്.
നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് കിട്ടും കത്രീന ഉസ് ബാർ ഗേഹൂം കെ ഗേത്തമേ ജാക്കർ ഗാനെ ലേഗി. കണ്ടോ, ഈ വരിയാണ് അവിടെ എഴുതിയത്, ഗേത്തമേ ജാക്കർ ഗാനെ ലേഗി. ഗേത്തമേ ജാക്കർ, ഇവിടെ ജാക്കർ എന്നാണ് കേട്ടോ, പോയിട്ട് ജാക്കർ. പ്രിന്റ് ചെയ്യണ സമയത്ത് വരുന്ന മിസ്റ്റേക്കുകളാണിത്. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്തായിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കുക. ജാക്കർ. गेत में जाकर गाने लगी. कुछ गेत से बालियां उजकाई. कुछ ने കുറച്ച് പേർ, കുച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് കേട്ടോ. कुछ ने गेत से बालियां उगाई. उल्टा पकड़ा बालियां का जड़ देखकर मुझे फूलों की तरह लगा. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഡയറി എഴുതാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞ 2 സെൻറ്റൻസ് ഇതിലുള്ളതാണ്. മേനെ ഏക്ക് ഹാത്തമേ ഉൽട്ടാ പക്കട പൗദാ ദേക്ക. കണ്ടോ, ലേഖകനാണ് എഴുതുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ തന്നെ എഴുതാം. മേനെ ഏക്ക് ഹാത്തമേ, ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്, ലേഖകൻ കണ്ടു. അപ്പം മേനെ ഏക്ക് ഹാത്തമേ ഉൽട്ടാ പക്കട പൗദാ ദേക്ക, ഞാനൊരു കയ്യിൽ തല കീഴായി പിടിച്ച ചെടി കണ്ടു. ഉസ്കി ജഡ് ഊപ്പർ ദി, അതിൻ്റെ പേര് മുകളിലായിരുന്നു. ഫൂലോങ്കി തര ലഗ്രഹീതി, അത് പൂവിനെ പോലെ തോന്നിയിരുന്നു. അപ്പം ലാസ്റ്റ് എന്താണ്, ചിത്രം വരച്ചു. മേനെ ഉസ്ക ചിത്ര ഗീഞ്ച, ഞാൻ അതിൻ്റെ ചിത്രം വരച്ചു. മേനെ ഉസ്ക ചിത്ര ഗീഞ്ച, അങ്ങോട്ടാണ് കേട്ടോ, ഗീഞ്ച ഈ ചിഹ്നം വരുന്നത്, ഗീഞ്ച വരച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഈ 3 ചോദ്യങ്ങളും നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്നാണ് എഴുതിയത്. ഈ പാരഗ്രാഫ് ശരിക്ക് വായിക്കണം, എങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ആൻസറും എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? ഡയറി എഴുതാനൊക്കെ വളരെ സിമ്പിളാണ്. ഡയറിയുടെ ഫസ്റ്റ് ആ ഫോർമാറ്റും കാര്യങ്ങളും ആ ഡേറ്റും ദിവസവും എഴുതുക. പിന്നെ എന്താണ് പറയുക, ഫസ്റ്റ് നമ്മൾ ആ ഫോർമാറ്റ് പഠിച്ച കാര്യം കണ്ടല്ലോ, ഫസ്റ്റ് ഒരു സെൻറ്റൻസ് ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല, അല്ലെങ്കിൽ ഇന്നൊരു ആജിയേക്ക് അവിസ്മരണീയ ദിന്ത, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു സെൻറ്റൻസ് എഴുതുക. അതിനുശേഷം ഈ പാരഗ്രാഫ് നന്നായിട്ട് നോക്കിയിട്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എഴുതാൻ നോക്കുക. നിങ്ങൾ പഠിക്കാത്ത ഭാഗമാണ് വന്നതെങ്കിൽ അതൊന്ന് തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഗേഹൂം കെ ഗേത്ത് മേ കത്രീന കാ ഗാന ഹേ. ഗേഹൂം അതായത് ഗോതമ്പ് വയലിൽ കത്രീനയുടെ പാട്ട് ഉണ്ട്, ഗാനമുണ്ട്. ഇസ്കി സൂചന ദേത്തെ ഹുए പോസ്റ്റർ തയ്യാർ കരേം, ആ സൂചന നൽകുന്ന പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതായത് ഗോതമ്പ് പാടത്ത് വെച്ചിട്ട് കത്രീനയുടെ പാട്ട് ഉണ്ടായിരിക്കുന്നതാണ്, എല്ലാവരും അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ന സമയത്ത് എത്തണം എന്ന് പറഞ്ഞിട്ട് എന്ത് ഉണ്ടാക്കുക, ഒരു പോസ്റ്റർ. അപ്പം നമ്മൾ പോസ്റ്ററിനായും തന്നെ ഒരു ബോക്സ് വരയ്ക്കണം. അപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ആവോ ആവോ മസാലോ എന്നാണ്. വരൂ വരൂ ആസ്വദിക്കൂ, മസാല ഇവിടെ താഴെ ഒരു ഡോട്ട് ഉണ്ടാവും കേട്ടോ. ആവോ ആവോ മസാലോ, ഇവിടെ അങ്ങനെ കുറച്ച് ഡോട്ട്, ആവോ അങ്ങനെ ഡോട്ടൊക്കെ കൊടുക്കാം നമുക്ക് കേട്ടോ. ആവോ ആവോ മസാലോ, വരൂ വരൂ ആസ്വദിക്കൂ. രവിവാർ ശ്യാം 4 ബജെ, ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കത്രീന കെ ഗാന, കത്രീനയുടെ ഗാനം. ഗേഹൂം കെ ഗേത്തുമേ, ഗോതമ്പ് വയലിൽ വെച്ചിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കി. ഇനി അടുത്തത് സൂചന. ബൈസിക്കിൾ ദീസ് ഫിലിമി ലേഖക ഇഹ അംശപ്പെടെ. 4 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. 4 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തൊക്കെ 7 വരെയുള്ള ചോദ്യത്തിന് ഏതാണ് സൂചന? ഈ സൂചനയാണ് ഉള്ളത്. ഇവിടെ തന്നിരിക്കുന്ന ഈ സൂചന നോക്കിയിട്ട് നമ്മൾ 4 മുതൽ 7 വരെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണം. ഈ സൂചന നോക്കിയിട്ട് 4 മുതൽ 7 വരെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ബുരി ചീസ് മേ വിശേഷണ ശബ്ദ കോൻസാ ഹേ എന്നാണ്. ബുരി ചീസ് ഏതാണ്? ബുരി അല്ലേ? ബുരി എന്നതാണ് വിശേഷൺ ശബ്ദ്. ബുരി എന്നതാണ് വിശേഷൺ ശബ്ദ്. അടുത്ത ക്വസ്റ്റ്യൻ,
बाइसिकल का मालिक अंतोनियो को जाने क्यों देता है? സൈക്കിൾ എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളൂ അല്ലേ. സൈക്കിൾ കാ മാലിക് അന്തോണിയോക്കോ ജാനെ ക്യോം ദേത്തായ. സൈക്കിളിൻ്റെ യജമാനൻ, സൈക്കിൾ ഉടമ അന്തോണിയോക്കോ ജാനെ ക്യോം ദേത്തായ. അന്തോണിയോയെ പോവാൻ അനുവദിച്ചു. എന്താണ് കാരണം? സൈക്കിളിൻ്റെ ഉടമസ്ഥൻ അന്തോണിയോ സൈക്കിൾ കട്ടെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഉടമസ്ഥൻ്റെ സൈക്കിൾ കട്ടെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അയാൾ അന്തോണിയോയെ പോവാൻ അനുവദിച്ചു. എന്താണ് കാരണം? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്? അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫിലേക്ക് നോക്കാം, അതിൻ്റെ ആൻസർ അവിടെ ഉണ്ടോയെന്ന്. ഉസേ പതാ ഹെ കി ചോരി ബുരി ചീസ് ഹെ ലേക്കിൻ ഉസ്കി ईमानदारी उसकी भूख से टकरा रही है. अंतोनियो उस साइकिल को चुराने की कोशिश करता है लेकिन पकड़ा जाता है. साइकिल का मालिक अंतोनियो को हालत देकर उसे जाने देता है. അപ്പം എന്താണ്? സൈക്കിളിൻ്റെ മാലിക് അവനെ പറഞ്ഞേക്കാനുള്ള കാരണം എന്താണ്? സൈക്കിൾ കാ മാലിക് അന്തോണിയോ കി ഹാലത്ത് ദേഖ് കർ. അന്തോണിയുടെ അവസ്ഥ കണ്ടിട്ടാണ് അവനെ പോകാൻ അനുവദിച്ചത്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ആൻസർ എഴുതിയത് കാണിക്കാം. ഉസ്കെ ഹാലത്ത് സമജ്കർ മാലികിനെ ഉസേ ജാനേ ദേത്താ ഹെ. അതുതന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നത്. സൈക്കിൾ കാ മാലിക് അന്തോണിയോ കി ഹാലത്ത് ദേക്കർ ഉസേ ജാനേ ദേത്താ ഹെ. ഈ ഒരു വരി അങ്ങോട്ടെടുത്ത് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം. मान ले इस घटना के बारे में साइकिल के मालिक ने अपने मित्र के नाम पत्र लिखा. वह पत्र तैयार करें. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഈ സംഭവത്തിനെ കുറിച്ച് സൈക്കിളിൻ്റെ ഉടമ തൻ്റെ ഫ്രണ്ടിന് കത്ത് എഴുതുന്നു. ആ കത്ത് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സൈക്കിളിൻ്റെ ഉടമ തൻ്റെ മിത്രത്തിന് കത്തെഴുതാണ്. മനസ്സിലായോ? അയാളുടെ സൈക്കിൾ കട്ട് കൊണ്ടുപോയ കാര്യവും ആ സൈക്കിൾ കട്ട ആളെ വെറുതെ വിട്ട കാര്യവും ഒക്കെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കത്തെഴുതുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സങ്കല്പിച്ച് ഒരു കത്ത് എഴുതണം. അപ്പം നമുക്ക് നോക്കാം കത്തെഴുതിയത്. സ്ഥാൻ താരിഖ് പ്രിയ മിത്ര തും കൈസേ ഹോ കാം ഹേന. നിനക്ക് സുഖമല്ലേ? ജോലിയില്ലേ? ആജ് ഏക്ക് ഘടന ഹുയി. ഇന്നൊരു സംഭവം ഉണ്ടായി. ഇനി ഇവിടെ ഇന്ന് എന്നതിന് പകരം കൽ എന്ന് എഴുതാട്ടോ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ എഴുതാം. ഇന്നിപ്പോൾ സംഭവം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ലെറ്റർ എഴുതണം എന്നില്ലല്ലോ. അപ്പോൾ ഇന്നലെ നടന്ന സംഭവമായിരിക്കും മിക്കവാറും ലെറ്റർ എഴുതുക അല്ലേ. അപ്പോൾ ഈ ആജ് എന്ന് പകരം കൽ എന്ന് എഴുതാട്ടോ. കല്ലേക്ക് ഘടന ഹുയി. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. മേരാ സൈക്കിൾ സടക്ക് കെ കിനാരെ രഖാത. എൻ്റെ സൈക്കിൾ റോഡ് സൈഡിൽ വെച്ചതായിരുന്നു. ഏക്ക് ആദ്മി സൈക്കിൾ ചുരാനേക്കോ കോശിഷ്കി. ഒരു ആൾ വന്നിട്ട് ആ സൈക്കിൾ കട്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചു, മോഷ്ടിക്കാൻ ശ്രമിച്ചു. മേനെ ദേക്ക, ഞാൻ കണ്ടു. ലേക്കിൻ ഉസ്കി ഹാലത്ത് ബുരാത. പക്ഷെ അയാളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. അയാൾ വളരെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അയാൾക്ക് എന്നാണ് പറഞ്ഞത്. ഉസ്കി സൈക്കിൾ ചോരി ഗയിതി. അയാളുടെ സൈക്കിൾ മോഷണം പോയതായിരുന്നു. ബഹുത്ത് ടൂണ്ട ലേക്കിന്നമില്ല. വളരെയധികം അന്വേഷിച്ചു പക്ഷേ കിട്ടിയില്ല. ഉസ്കി ഹാലത്ത് സമജ്കർ മേനെ ഉസേ ചോട. അയാളുടെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ അയാളെ വിട്ടയച്ചു. അതായത് സൈക്കിള് മോഷ്ടിച്ചതിനുള്ള ശിക്ഷയൊന്നും നൽകാതെ അയാളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ മാലിക് എന്ത് ചെയ്തു? അയാളെ വിട്ടയച്ചു. ഉസ്കോ ഏക്ക് സൈക്കിൾ ഖരീദ് ദീനെ കെ ലിയെ ക്യാ തും ബി മേരെ മദദ് കരോഗേ. അയാൾക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നീയും എന്നെ സഹായിക്കുമോ? അതായത് എൻ്റെ കൂടെ നീയും കൂടെ നിൽക്കുമോ? അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ടെന്ന് ചോദിക്കുകയാണ്. നീയും എന്നെ ദേനെ കെ ലിയെ ക്യാ തും ബി മേരെ മദദ് കരോഗേ. നീ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നു. അതാണ് കത്ത്. ഇനി സേവാമേ നാം പദ തുമാരാ മിത്ര ഹസ്താക്ഷർ പിന്നെ നാം ഇട്ടാ. അവിടെ അങ്ങനെ ഹസ്താക്ഷർ ബ്രാക്കറ്റിലിടുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? താഴെ നാം എന്നെഴുതാം കേട്ടോ. ഹസ്താക്ഷർ നമുക്ക് അറിയുന്നതാണല്ലോ, ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമുക്ക് അറിയുന്നതല്ലേ. അങ്ങനെ എഴുതാം. അപ്പം അതാണ് ലെറ്റർ.
ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം. मान ले आपके स्कूल में बाइसिकल दिवस फिल्म का प्रदर्शन होने वाला है. इसकी സൂചന ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ ബൈസിക്കിൾ തീവ്സ് എന്ന ഫിലിം പ്രദർശനമാണ്. ബൈസിക്കിൾ തീവ്സ് എന്ന ഫിലിമിന്റെ പ്രദർശനം നടക്കുകയാണ്. ആ സന്ദേശം നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ എഴുതിയത് നോക്കാം. ഫിലിമോത്സവ് बाइसिकल दिवस स्कूल सभागृह में 20/12/2025 रविवार सुबह 10 बजे सबका स्वागत. അപ്പോൾ ഫിലിമോത്സവിൻ്റെ പോസ്റ്ററാണ്. നിങ്ങളൊരു ബോക്സ് വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മേരി മാം കവിതയിലെ ചോദ്യമാണ്. 8 മുതൽ 10 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഈ മേരി മാം എന്ന കവിതയിൽ നിന്നും എഴുതണം. മേരി മാം കിസ് ഫിലിം കാ ഗീത് ഹേ. മേരി മാം ഏത് ഫിലിമിലെ ഗീതമാണ്? താരേ സമീൻ പർ. ഏതാണ്? താരേ സമീൻ. ഈ 3 അല്ല ശരിയായിട്ടുള്ളത്. താരേ സമീൻ പറാണ് ശരിയായിട്ടുള്ളത് അല്ലേ. ഇനി അടുത്ത് നോക്കാം. बेजना इतना दूर मुझको तू बेटा क्यों ऐसा कहता होगा. बेजना इतना दूर मुझको तू. നീ എന്നെ ഇത്രയും ദൂരേക്ക് അയക്കല്ലേ എന്ന് മകൻ പറയാനുള്ള കാരണം എന്തായിരിക്കാം എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. മാം കെ സാത്ത് രഹ്നെ കെ ലിയെ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്? അമ്മയോടൊപ്പം താമസിക്കാൻ ഈശാൻ അവസ്ഥി ആഗ്രഹിച്ചിരുന്നു അല്ലേ. അതുകൊണ്ടാണ് എന്നെ ദൂരേക്ക് അയക്കല്ലേ എന്ന് പറയുന്നത്. കവിതാംശിക ആശയ ലിഖേം. അടുത്തത് കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞത്. കവിതയുടെ ആശയം നമ്മൾ ഇതിന് തൊട്ട് മുമ്പേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്, മോഡൽ ക്വസ്റ്റ്യൻ. അതിലും ഇതേ ചോദ്യം തന്നെ ഉണ്ടായിരുന്നു. കവിതയുടെ ആശയം, ടിപ്പണി, അങ്ങനെ 2 ടിപ്പണി എന്ന് പറഞ്ഞാലും ആശയം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ. താരേ സെമീൻ പർ നാമക് സിനിമ കാ മുഖ്യ പാത്ര ഹേ ഈശാൻ അവസ്ഥി. ഇവിടെ പറഞ്ഞാണ്. तारे जमीन पर नामक सिनेमा का मुख्य पात्र है ईशान अवस्थी. वह माम से बहुत प्यार करती थी. അവൻ അമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പരിവാർ കെ സാത്ത് രഹ്ന കോ ബി ചാത്തി ഥി. അവൻ കുടുംബത്തോടൊപ്പം താമസിക്കാനും ആഗ്രഹിച്ചിരുന്നു. ലേക്കിൻ വഹ് പഠായി മേ ദുർബൽ ഹോനെ കെ കാരൺ ഉസേ പഠനെ കെ ലിയെ ബോർഡിംഗ് മേ ഭേജ്തി ഹേ. പക്ഷേ അവൻ പഠനത്തിൽ പിന്നോക്കമായതു കാരണം അവനെ പഠിക്കാൻ വേണ്ടി ബോർഡിങ്ങിൽ അയക്കുന്നു. വഹ് മാംസേ ദൂർ നഹി രഹ്ന ചാത്താ ഥാ. അവൻ അമ്മയിൽ നിന്നും മാറി താമസിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇസ് കവിതാ മേ ഉസ്കി സംവേദനശീലത और മാസൂമിയത്ത് കോ ദർശാത്താ ഹേ. ഈ കവിതയിൽ അവൻ്റെ സംവേദനശീലതയും അതുപോലെ തന്നെ മാസൂമിയത്ത് നിഷ്കളങ്കതയുമാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം. ഉസ്കെ മേ നിഹിത് സർവനാം കൊൻസാ ഹേ എന്നാണ് ചോദ്യം. ഉസ്കെ എന്നതിൽ ഏതാണ്? വഹ് അല്ലേ. വഹ് പ്ലസ് കെ ആണ് ഉസ്കെ. ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾ ചോയ്സ് ഉണ്ട്, അതിൽ ആൻസർ കറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. വഹ് ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത വാക്യക്ക വിസ്താർ കർക്കെ ലിഖേം എന്നാണ്. വാക്യ വിസ്താർ ആണ് പറഞ്ഞത്. ഫയലേം ആഫീസ് കി ബായി സാഹബ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ശബ്ദം. ദേക്കാ കർത്തേ ഹേ. ഒന്നാമത്തെ സെന്റൻസ് ദേക്കാ കർത്തേ ഹേ. എഴുതിയത് നോക്കാം. ദേക്കാ കർത്താ ഹേ. ഫയലേം ദേക്കാ. ഇവിടെ തായാണ്.
ദേക്കാ കർത്തേ ഹേ, ഫൈലേൻ ദേക്കാ കർത്തേ, ഇവിടെ ഏച്ചിനാണ് കേട്ടോ. ഫൈലേൻ ദേക്കാ കർത്തേ ഹേ, ഓഫീസ് की ഫൈലേൻ ദേക്കാ കർത്തേ ഹേ, ദേക്കാ കർത്തേ ഹേ. ഭായ് സാഹബ് ഓഫീസ് की ഫൈലേൻ ദേക്കാ കർത്തേ ഹേ, കർത്തേ ഹേ. പ്രിന്റിങ്ങിൽ ആന്ന് വന്നു പോയതാണ് കേട്ടോ. അപ്പൊ എന്താണ്? ദേക്കാ കർത്തേ ഹേ, ഫൈലേം ദേക്കാ കർത്തേ ഹേ, ഓഫീസ് की ഫൈലേം ദേക്കാ കർത്തേ ഹേ, ഭായ് സാഹബ് ഓഫീസ് की ഫൈലേം ദേക്കാ കർത്തേ ഹേ. നോക്കുന്നു, ഫയലുകൾ നോക്കുന്നു, ഓഫീസിലെ ഫയലുകൾ നോക്കുന്നു, ഭായ് സാഹബ് ഓഫീസിലെ ഫയലുകൾ നോക്കുന്നു. അടുത്ത ചോദ്യം, സയാനി ബുവാക്കി ചരിത്രഗത വിശേഷതാവും പർ ടിപ്പണി ലിഖേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സയാനി ബുവയുടെ സ്വഭാവ സവിശേഷത ടിപ്പണി എഴുതാനാണ് പറഞ്ഞത്. ടിപ്പണി അത് മുകളിൽ എഴുതുക. പിന്നെ സയാനി ബുവ കഹാനിക്ക് മുഖ്യ പാത്ര ഹേ ബുവാജി. ചരിത്ര പർ ടിപ്പണി അല്ലേ എഴുതാൻ പറഞ്ഞത്? ചരിത്ര പർ ടിപ്പണി. സയാനി ബുവ കഹാനിയിലെ പ്രധാന കഥാപാത്രമാണ് ബുവാജി. ജോ അത്യന്ത സമജ്ദാർ, അനുശാസിത്, മിതവ്യയി और जिम्मेदार महिला है. അച്ചടക്കവും ഉത്തരവാദിത്വമുള്ള സ്ത്രീയായിരുന്നു ആര്? സയാനി. उन्होंने अपने जीवन में संयम, परिश्रम और व्यवस्था को बहुत महत्व दिया. അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ സംയമനത്തിനും പരിശ്രമത്തിനും വളരെ മഹത്വമായിട്ടുള്ള സ്ഥാനമാണ് നൽകിയിരുന്നത്. उनका व्यवहार, बोलचाल और जीवन जीने का ढंग से हर कोई उन्हें सयानी कहता होगा. ढंग से हर कोई उन्हें सयानी कहता. उनका व्यवहार, बोलचाल और जीवन जीने का ढंग, അവരുടെ സ്വഭാവവും അവരുടെ സംസാര രീതി, ജീവിക്കുന്ന രീതി, ഇതൊക്കെ കൊണ്ട് അവർക്ക് ആരെങ്കിലും സയാനി എന്ന പേര് വെച്ചതായിരിക്കാം, പറഞ്ഞതായിരിക്കാം. ഉൻകി യഹി പരിപക്വത और समझदारी कहानी का केंद्र है. ഉൻകി യഹി പരിപക്വത, അവരുടെ ഈ പക്വതയും സമജ്ദാരിയും ഹമാരി യഹിയും സമജ്ദാരി കഹാനി കാ കേന്ദ്ര ഹെ, കഥയുടെ കേന്ദ്രമാണ്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താലിക പഠേം ഓർ സഹി മിലാൻ കരേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹി മിലാൻ നോക്കാം. ഗർമേ സാരാ കാം, വീട്ടിലെ എല്ലാ ജോലികളും. 5 वर्ष की बच्ची, पत्र रोज आता था, व्यवस्था से होता है, सुराही तोड़ दी थी. അപ്പൊ ഏതാണ്? घर के सारा काम व्यवस्था से होता था. नौकर ने 5 वर्ष की बच्ची, पत्र रोज आता था, സുരാഹി തോടുതി. അപ്പൊ എന്താണ്? നൗക്കർ എന്താ ചെയ്തത്? സുരാഹി പൊട്ടിച്ചു അല്ലേ. അടുത്തത് അന്നു. അന്നു 5 വർഷക്ക് ലടിക്ക്, 5 വയസ്സുള്ള കുട്ടിയാണ് ആര്? അന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ശരിയാക്കിയതിന് ശേഷം അപ്പുറത്തേക്ക് നേരെ എടുത്തെഴുതാം. ച എന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് ആൻസർ. ഇപ്പോൾ ഉള്ള മോഡലാണല്ലോ അത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ചായും ഡായും അല്ലേ. അതുപോലെ തന്നെ നൗക്കറിൻ്റെത് ഓ ചായും മുർക്കൻ ടായും ഇതോ. അപ്പം ഇതാണ് എൻ്റെ ആൻസറായിട്ട് ഇരുന്നത് കേട്ടോ. ഗായാണ് അതിൻ്റെ ആൻസറായിട്ട് ഇരുന്നത്. ഗ ഇതാണ് ആൻസറായിട്ട് ഇരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിന്നലിഖിത ചിത്രക്ക് ആധാർ പർ 4 വാക്യ ലിഖേ. 4 സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് 4 സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് 4 സെന്റൻസ് ഉണ്ടാക്കിയത് പറയാം. ഇതെന്താണ് നമ്മൾ കാണുന്നത്? ഒരു മരമാണ് അല്ലേ. മരത്തിൽ ആരാണുള്ളത്? ചിടിയ ഉണ്ട്, ചിടിയ. പിന്നെ ഒരു മരത്തിൽ തന്നെ എന്തുണ്ട്? കിളിക്കൂടുണ്ട്. ആ കൂട്ടില് കിളികൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു അല്ലേ. അതാണ് ചിത്രം. അപ്പോൾ നമുക്ക് എഴുതാം.
പേട് പർ ചിടിയാ ഹേ. ഉണ്ടോ, മരത്തിൽ വളരെ സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ പേട് പർ ചിടിയാ ഹേ, पेड़ पर चिड़िया है. चिड़िया बच्चों को देखभाल करता है. चिड़िया बच्चों को देखभाल करता है. पेड़ पर घोंसला है. पेड़ पर घोंसला है. घोंसला പറഞ്ഞതാണ് കിളിക്കൂട്. पेड़ पर घोंसला है. മൂന്നാമത്തെ നോക്കാം. ലാസ്റ്റ് സെന്റൻസ് घोंसले में बच्चे बैठ रहा है. घोंसले में बच्चे बैठ रहा है. അപ്പം നമ്മൾ 4 സെൻറ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആണ്. എല്ലാവരും ഫുള്ള് ക്വസ്റ്റ്യൻ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.